സത്യത്തിൽ ആരതിപ്പിയം നമ്മൾ ഈ +2 കാലത്തിന് ശേഷം ഒരുമിച്ച് ഒരു സംരംഭത്തിന് ഇറങ്ങി തിരിക്കുന്നത് വളരെ ഇങ്ങനെ ടെൻഷനോട് കൂടിയാണോ നീ കാണുന്നത്? ഇല്ല, എനിക്കത് രസമായിട്ടാണ് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നഴ്സറി ക്ലാസ് തൊട്ട് 12th വരെ ഒരേ ക്ലാസ്സിൽ ഏതാണ്ട് ഒരേ ബെഞ്ചിലിരുന്നിട്ട് തന്നെയാണ് പഠിച്ചത്. പിന്നെ ഞാൻ പഠിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു, നീ കാലിക്കറ്റ് പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്തിട്ട് നേരെ ഡൽഹിക്ക് പോകുന്നു പഠിക്കാൻ. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണ്ട് ബന്ധമുണ്ടെങ്കിലും നമ്മൾ ഒന്നിച്ച് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ജോയിന്റ് വെഞ്ചർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ രണ്ടാളും കൂടി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അങ്ങനെയല്ല ഉള്ളത് വെച്ചാൽ ഒരുമിച്ചൊരു ആക്ഷനിലേക്ക് അങ്ങനെ നമ്മൾ വരാണ്ട് കുറേ കാലമായി. പിന്നെ ഒരു 14 വർഷം നീ ഡൽഹിയിലുണ്ടായിരുന്ന ഒരു സമയം കേരളത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരാളുള്ളതേ മറന്നു പോയിട്ടുണ്ടാവും. നല്ല കാര്യം, എല്ലാം നീയാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. അതുണ്ടാക്കുന്ന പുകിലുകൾ ഇപ്പോൾ കുറച്ച് കൂടി വന്നല്ലോ. നീ 3 വർഷമായില്ലേ വന്നിട്ട് പല സ്ഥലത്തും സംസാരിക്കുന്നു, അതെല്ലാം തിരിഞ്ഞു പിടിച്ച് എൻ്റെ അക്കൗണ്ടിൽ വരുന്നു. അപ്പം ഞാനിങ്ങനെ അതുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ പോയിട്ട് എന്തും ധൈര്യപൂർവ്വം പറയാം, ആളുകൾ നീയാന്നാ വിചാരിക്കാം. ഞാനായിട്ട് ഉണ്ടാക്കുന്ന പുലിവാല തന്നെ എനിക്കുണ്ടല്ലോ, ഇപ്പം നീ ഉണ്ടാക്കി അതിൻ്റെ തുഞ്ചം പിടിക്കണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ എങ്ങനെയാണ് ഇതിങ്ങനെ ഒരു 2 ആളുണ്ട് എന്നുള്ളത് പലരോടും ഞാനിങ്ങനെ. കഴിഞ്ഞ ദിവസം ഞാൻ പോയൊരു പരിപാടിയിൽ അവർ പിന്നെ ഡോക്ടറിനൊക്കെ വെച്ചു, ഡോക്ടർ PM ആതിര, സ്കൂൾ ഓഫ് ജെൻഡർ സ്റ്റഡീസ്, മഹാത്മാഗാന്ധി സർവകലാശാല. അപ്പോൾ അവർക്ക് മനസ്സിലായത് തെറ്റാണ്. എന്നിട്ട് അവർ ക്ഷമ ചോദിച്ചു, ക്ഷമാപൂർവ്വം ഞങ്ങളുടെ പേര് തെറ്റിപ്പോയി നോട്ടീസിൽ വെച്ചത്. എന്നിട്ട് അവർ വീണ്ടും പ്രസംഗിക്കാൻ ക്ഷണിച്ചു, PM ആതിരയെ. പിന്നെ ഞാൻ സന്തോഷത്തോടു കൂടി പോയി അവിടെ പോയി പ്രസംഗിച്ച്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് നല്ല സൗകര്യമുള്ളൊരു പരിപാടി. നമ്മളിപ്പോ കാണാൻ അങ്ങനെ അത്ര ഒരുപോലെ ആണോ? എനിക്ക് നമ്മളെ തമ്മിൽ ഭയങ്കര 10 കിലോന്റെ വ്യത്യാസം. അതൊക്കെ മാനേജ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു ഐഡന്റിറ്റിക്കൽ ട്വിൻസ് ആയിരുന്ന നമ്മളെ കാലത്ത്, ഇപ്പൊ നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ മാഷന്മാരെല്ലാം നല്ലോണം പറ്റിക്കുമായിരുന്നല്ലോ. അത്ര ഐഡന്റിക്കൽ അല്ലായിരുന്നു. പക്ഷെ വെച്ചാൽ എന്നെ നല്ലോണം പരിചയമുള്ള ആൾ അല്ലെങ്കിൽ നിന്നെ നല്ലോണം പരിചയമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മാറിപ്പോകുമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു വളരെ അകലെ നിന്ന് പരിചയമുള്ള ആളുകൾ അത് താനല്ലയോ ഇത് എന്ന് ആശങ്കയൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചത് അത് മാത്രമല്ല കേട്ടോ, നമ്മളിങ്ങനെ 2 പേരും നിയമത്തിൻ്റെ മേഖലയിൽ തന്നെ പണിയെടുക്കുന്നു. എനിക്ക് കോടതിയിലൊരു അഭിഭാഷക എന്നതിനപ്പുറത്തേക്കുള്ള ചില സാമൂഹ്യ പ്രവർത്തന സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നു. അതിനെ സാമൂഹ്യ പ്രവർത്തനമായിട്ട് കണ്ണി ചേർക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ട്. അതിന് പുറമെ തന്നെ ഇപ്പം ഞാനൊരു സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും പലപ്പോഴും നമ്മൾ ഇടപെടുന്ന തലത്തിൽ നിയമം ഒരു ആയുധമായിട്ട് തന്നെ വരുന്നുണ്ട്. ആ സമയത്താണ് നീ നിയമം പഠിപ്പിക്കാൻ കേരളത്തിലേക്ക് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ അല്ലേ. ഒരു ഭാഗത്ത് പ്രായോഗിക അനുഭവവും മറുഭാഗത്ത് അക്കാദമിക് എക്സ്പീരിയൻസും അതെങ്ങനെ കൂട്ടിയോജിപ്പിക്കണം എന്നുള്ള കുറച്ച് നാളത്തെ ഒരു ആലോചനയും കൂടി ഉണ്ടായിരുന്നു. അല്ല, സാധാരണ ഇതിൽ പറയാം, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലെല്ലാം പഠിപ്പിക്കുന്ന ആളുകൾക്ക് പ്രായോഗികമായിട്ടുള്ള പിന്നെ അഭിഭാഷക അനുഭവങ്ങൾ കുറവായിരിക്കും. നമ്മളെല്ലാം പഠിപ്പിച്ച ആളുകൾ അത് പ്രൂവ് ചെയ്ത ആളുകളാണ്. ഇല്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എൻ്റെ ക്ലാസ് റൂം കുറെ കൂടി പ്രായോഗിക തലത്തിൽ സൗകര്യപ്പെടുന്ന പല കാര്യങ്ങളും നിന്നോട് ചോദിച്ചു. നിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ ഇത്രയും കാലത്തെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസിൽ നിന്ന് പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് വയലൻസ് കേസസ് അതിലൊക്കെ ഇടപെട്ടിട്ടുള്ള സ്ത്രീപക്ഷ കേസുകളിൽ ഇടപെട്ടിട്ടുള്ള അനുഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഇപ്പോൾ ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ശരിക്കും നല്ലോണം ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഞാനും ആലോചിച്ചിരുന്നു നമുക്കിങ്ങനെ എന്തെങ്കിലും കൂട്ടായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. ഇതിൻ്റെ രണ്ടിനും യോജിച്ചിട്ടുള്ളൊരു പോക്ക് എത്രത്തോളം ആളുകൾ ഏറ്റുവാങ്ങും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. നമുക്ക് നോക്കാം.